ഇടുക്കി കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർഎസ്എസ് ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരനായ ആശുപത്രി ജീവനക്കാരന് മർദ്ദനമേറ്റു. നഴ്സിംഗ് അസിസ്റ്റന്റ് എം.സി. സന്തോഷിനാണ് മർദ്ദനമേറ്റത്. ആർഎസ്എസ് പ്രവർത്തകർ ആശുപത്രി ഉപകരണങ്ങൾ തല്ലി തകർത്തു. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ആര്യ, കുമളി 1-ാം മൈലിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഈ വാഹനം പാർക്ക് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. അത് പിന്നീട് ആശുപത്രിയിലേക്കും കൂടി വ്യാപിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകൾ ഈ കുമളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി എത്തിയതാണ്. ഇവർക്കിടെ മുറിവുകൾ വെച്ചുകെട്ടുന്നതിനിടയിൽ ഈ 6-അംഗ സംഘം, അതായത് കുമളിക്കാരല്ലാത്ത വേറെ പ്രദേശങ്ങളിൽ നിന്നെത്തിയ ആർഎസ്എസുകാരായ സംഘം ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ഈ മുറിവേറ്റ ആളുകളെ മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. അവർ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ മുറിവ് ഡ്രസ് ചെയ്തുകൊണ്ടിരുന്ന ആശുപത്രി ജീവനക്കാരൻ ഇവരുടെ ഇടയിൽ പെട്ടുപോവുകയും ഭിന്നശേഷിക്കാരനായ ആ മനുഷ്യനും കൂടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹമാണ് ഈ ആർഎസ്എസ് പ്രവർത്തകരുടെ ആക്രമണത്തിന്റെ ഇടയിൽ പെട്ടുപോയി മർദ്ദനം ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആർഎസ്എസ് പ്രവർത്തകർ വ്യാപകമായി ആശുപത്രി ഉപകരണങ്ങൾ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാരുടെയും കൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ കുമളി പോലീസ് സ്ഥലത്തെത്തി ഈ 6 അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആര്യ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.